അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാ അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. ചോദ്യം, തെറി പറഞ്ഞാൽ നോമ്പ് മുറിയുമോ എന്നതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഭക്ഷണം കഴിക്കുക, വെള്ളം കുടിക്കുക, ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഏർപ്പെടുക എന്നതുപോലെ നോമ്പിനെ മുറിക്കുന്ന ഒരു കാര്യമല്ല തെറി പറയുക, അല്ലെങ്കിൽ ഗീബത്തോ നമീമത്തോ അത്തരം തോന്നിവാസങ്ങളോ പറയുക എന്നുള്ളത്. അതിന്റെ അർത്ഥം അത് നിസ്സാരമായൊരു കാര്യമാണ് എന്നതല്ല. അത് വളരെ ഗൗരവമേറിയ പാപമാണ്. അള്ളാഹുവിന്റെ അരികിൽ കുറ്റത്തിന് കാരണമാകുന്ന വലിയ ഗൗരവമുള്ള റസൂലുള്ളാഹി താക്കീര് നൽകിയ വിഷയങ്ങളാണ്. മാത്രവുമല്ല, നമ്മുടെ നോമ്പിന്റെ പ്രതിഫലത്തെ അത് കുറക്കും. അള്ളാഹു ഉദ്ദേശിക്കുന്നത് കേവലം അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കുക എന്നതല്ല. ഭക്ഷണം പിടിച്ചുവെക്കാൻ കഴിയുന്ന നമുക്ക്, നമ്മുടെ വികാരങ്ങളെ പിടിച്ചുവെക്കാൻ കഴിയുന്ന നമുക്ക് നമ്മുടെ നാവിനെ നിയന്ത്രിക്കാനും സാധിക്കണം. ഒരു മുസ്ലിം അവൻ അന്ത്യദിനത്തിലും അള്ളാഹുവിലും വിശ്വസിക്കുന്നുവെങ്കിൽ ഫല്യഖുൽ ഖൈറ, അവൻ ഖൈറാണ് പറയേണ്ടത്. അല്ല എങ്കിൽ അവൻ മിണ്ടാതിരിക്കണം. ഒരിക്കലും ഒരു തോന്നിവാസം ഒരു മുസ്ലിമിന്റെ നാവിൽ നിന്ന് വരാൻ പാടുള്ളതല്ല. തെറിയാകട്ടെ, മറ്റൊരാളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളാകട്ടെ, അതിൽ നിന്നെല്ലാം മാറി നിൽക്കാൻ നമുക്ക് സാധിക്കണം. ഈ റമദാനിൽ നമ്മളത് പരിശീലിക്കണം. അതിനുകൂടെയാണ് നമ്മുടെ നോമ്പ്. അതുകൊണ്ട് തന്നെ റമദാൻ ആകട്ടെ, ഏത് കാലമാകട്ടെ, ഒരു തെറി പറയുക എന്നുള്ളത്, തോന്നിവാസം പറയുക എന്നത് വിശ്വാസിക്ക് യോജിച്ചതല്ല. അത് നമ്മുടെ നോമ്പിനെ, അതിന്റെ പ്രതിഫലത്തെ ബാധിക്കുന്നതാണ്. അതോടൊപ്പം ഈ റമദാനിൽ ആരെങ്കിലും നമ്മളോട് തർക്കിക്കാൻ വന്നാൽ ഇന്നി സ്വായിമുൻ, ഞാനൊരു നോമ്പുകാരനാണ് എന്നാണ് നമ്മൾ മറുപടി പറയേണ്ടത്. അഥവാ ഞാൻ അള്ളാഹുവിന്റെ കൽപ്പനക്കനുസരിച്ച് എൻ്റെ മനസ്സിനെ പിടിച്ചുവെക്കാൻ പരിശീലിക്കുന്നവനാണ് എന്നതാണ് ആ പറയുന്നതിന്റെ ആശയമെങ്കിൽ നമുക്ക് നമ്മുടെ നാവിനെ നിയന്ത്രിക്കാൻ ഭക്ഷണത്തെ നിയന്ത്രിച്ചതുപോലെ, വെള്ളത്തെ നിയന്ത്രിച്ചതുപോലെ, വികാരത്തെ നിയന്ത്രിച്ചതുപോലെ നാവിനെയും ശ്രദ്ധിക്കാൻ നാം പരിശ്രമിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ മനസ്സിലാക്കേണ്ട, നോമ്പിനെ മുറിക്കില്ല എങ്കിലും ഒരു വിശ്വാസിക്ക് ഒരിക്കലും യോജിച്ച ഒരു സ്വഭാവമല്ല ഇത്. അതുകൊണ്ട് തന്നെ അത്തരം തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ നമ്മൾ പരിശ്രമിക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അള്ളാഹു തആല അലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.